അസ്സലാമു അലൈക്കും. സാഷ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ താരീഖ് അർദ്ധവാർഷിക ചോദ്യപേപ്പറാണ്. 1. യോജിച്ചവ ചേർക്കാം. നമുക്ക് ബ്രാക്കറ്റിലുള്ളത് വായിച്ചു വെക്കാം. ധർമ്മടം കൊടുങ്ങല്ലൂരിലാണ്. പൊന്നാനി ചരിത്രകാരൻ. യമനിൽ നിന്ന് വന്നവരാണ്. നിലാമുറ്റം എന്നിങ്ങനെയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വായിച്ചു നോക്കാം. മലബാറിലെ മക്ക. മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം പൊന്നാനി എന്നാണ്. മലബാറിലെ മക്ക എന്ന് പറയുന്നത് പൊന്നാനിയാണ്. 2. മഖ്ദൂമുമാരുടെ കുടുംബം. മഖ്ദൂമുമാരുടെ കുടുംബം ഏതാണ്? അപ്പോൾ ഉത്തരം യമനിൽ നിന്ന് വന്നവരാണ്. 3. അറക്കൽ രാജകുടുംബത്തിൻ്റെ തലസ്ഥാനം. ഏതാണ് തലസ്ഥാനം? ഉത്തരം ധർമ്മടം എന്നാണ്. ഏതാണ്? ധർമ്മടം എന്നുള്ളതാണ്. 4. കണ്ണൂരിലെ ഇരിക്കൂറിലാണ് എന്ത്? ഏതാണ് അതിൻ്റെ ഉത്തരം? നിലാമുറ്റം എന്നുള്ളതാണ്. കണ്ണൂരിലെ ഇരിക്കൂറിലാണ് നിലാമുറ്റം. 5. ചേരമാൻ മസ്ജിദ് എവിടെയാണ്? ചേരമാൻ മസ്ജിദ് ഉത്തരം കൊടുങ്ങല്ലൂരിലാണ്. ഏതാണ്? കൊടുങ്ങല്ലൂരിലാണ്. 6. മുഹമ്മദ് കാസിം. അതിൻ്റെ ഉത്തരം ഏതാണ്? ചരിത്രകാരൻ. ഏതാണ്? മുഹമ്മദ് കാസിം ചരിത്രകാരനാണ്. 2. വേർതിരിക്കാം. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. വടക്കേ മലബാറിലാണ്, തെക്കൻ കേരളത്തിലാണ്, മധ്യ മലബാറിലാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രാക്കറ്റിൽ കുറച്ച് സ്ഥലങ്ങളെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. എടവണക്കാട്, കൊടുങ്ങല്ലൂർ, പറവണ്ണ, കണ്ണൂർ, കാസർഗോഡ്, പള്ളിപ്പുറം എന്നൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേർതിരിച്ചിട്ട് എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കുളത്തിൽ വരുന്നുണ്ടെന്ന് നോക്കാം. എടവണക്കാട് എവിടെ വരുന്നത്? വടക്കേ മലബാറിലാണോ തെക്കൻ കേരളത്തിലാണോ അതുപോലെ തന്നെ മധ്യ മലബാറിലാണോ വരുന്നത്? എടവണക്കാട് തെക്കൻ കേരളത്തിലാണ് വരുന്നത്. ഏതാണ്? തെക്കൻ കേരളത്തിൽ. കൊടുങ്ങല്ലൂർ എവിടെ വരുന്നത്? കൊടുങ്ങല്ലൂരും തെക്കൻ കേരളത്തിലാണ് വരുന്നത്. പിന്നെ പറവണ്ണ എവിടെയാണ് വരുന്നത്? അത് മധ്യ മലബാറിലാണ് വരുന്നത്. കണ്ണൂർ എവിടെ വരുന്നത്? അത് വടക്കേ മലബാറിലാണ്. കാസർഗോഡും വടക്കേ മലബാറിലാണ്. പിന്നെ പള്ളിപ്പുറമാണുള്ളത്, അത് തെക്കൻ കേരളത്തിലാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെ മനസ്സിലായില്ലേ? 3 പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു ഡാഷ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ജനിച്ചത് എന്നാണ്. എങ്ങനെയാണ്? ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ജനിച്ച വർഷമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളി. ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഏതാണ്? ഹിജ്റ 3-ാം വർഷം. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. 2. യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് ഡാഷ്. എന്താണ്? കർബല. യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല. 3. ഇസ്ലാമിൽ 3-ാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ഡാഷ്. ആരാണ് ഇസ്ലാമിൽ 3-ാമതായി പ്രവേശിച്ച വ്യക്തി? സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇസ്ലാമിൽ 3-ാമതായി പ്രവേശിച്ച വ്യക്തി. 4. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആതിഖയുടെ സഹോദരൻ കൂടിയാണ് ഡാഷ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? സഈദ് റളിയല്ലാഹു അൻഹു. സഈദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ ആതിഖയുടെ സഹോദരൻ കൂടിയാണ്. 5. സുബൈർ ബിൻ അവ്വാമിൻ്റെ ഖബർ ഡാഷ്. സുബൈർ ബിൻ അവ്വാമിൻ്റെ ഖബർ എവിടെയാണ്? ബസ്രയിലാണ് ഖബർ. എവിടെയാണ്? ബസ്ര. 4. ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ചാണ്? ചോദ്യം എന്താണ്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാണ്? ഉത്തരം ജോർദാനിലെ പൈസാനിൽ വെച്ചാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത്. 2. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ലഭിച്ച അൻസാരി സഹോദരൻ ആരായിരുന്നു? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. ചോദ്യം കൂടി വായിക്കാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ലഭിച്ച അൻസാരി സഹോദരൻ ആരായിരുന്നു?
ഉത്തരം സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു. 3. അൽ ഖിലാഫത്തുർ റാഷിദയുടെ ഭരണകാലം ഏതു മുതൽ ഏത് വരെയാണ്? ചോദ്യം എന്താണ്? അൽ ഖിലാഫത്തുർ റാഷിദയുടെ ഭരണകാലം ഏതു മുതൽ ഏത് വരെയാണ്? അതിൻ്റെ ഉത്തരം എന്താണ്? ഹിജ്റ 11 മുതൽ 40 വരെയാണ് അവരുടെ ഭരണകാലം. അപ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും? 30 വർഷം ഉണ്ടാകും. 4. മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ചോദ്യം എന്താണ്? മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം എന്താണ്? ലൊഹീറുദ്ദീൻ ബാബർ ഷാ. എന്താണ്? ലൊഹീറുദ്ദീൻ ബാബർ ഷാ. 5. ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചതോടെ ഏത് പേരായിരുന്നു സ്വീകരിച്ചത്? ഏത് പേരായിരുന്നു സ്വീകരിച്ചത്? ഉത്തരം താജുദ്ദീൻ. 5. 2 വീതം എഴുതാനുള്ളതാണ്. അതിൽ ഒന്നാമത്തത് മഖ്ദൂം ഒന്നാമൻ്റെ രചനകൾ. കുറച്ച് രചനകളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണം. ഇവിടെ 2 മാത്രമാണ് ചോദിച്ചത്, അപ്പോൾ നമുക്ക് 2 മാത്രം എഴുതാം. അപ്പോൾ ഏതാണ്? മഖ്ദൂം ഒന്നാമൻ്റെ രചനകൾ. 1 മുർഷിദ് തുല്ലാബ്, 2 സിറാജുൽ കുലൂബ്. ഏതൊക്കെയാണ്? മുർഷിദ് തുല്ലാബ്, സിറാജുൽ കുലൂബ്. 2. ചേരമാൻ പെരുമാളിൻ്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖർ. ആരൊക്കെയാണ് പ്രമുഖർ? 1 മാലിക് ബിൻ ദീനാർ, 2 അഷ്റഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെയായിരുന്നു. ആരൊക്കെയാണ്? 1 മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, 2 അഷ്റഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. 3. ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ. എന്തൊക്കെയാണ് ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ? 1 മാന്യമായ വേഷവിധാനം, 2 മഹത്തായ ജീവിതശൈലി. കുറേ ഉണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ 2 മാത്രം ചോദിച്ചുകൊണ്ടാണ് 2 മാത്രം പറഞ്ഞത്. ഏതൊക്കെയാണ്? മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലിയും. 4. ഔറംഗസേബ് ആലംഗീരിയുടെ വ്യക്തിഗുണങ്ങൾ. എന്തൊക്കെ വ്യക്തിഗുണങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്? സമയമായാൽ ഉടൻ നിസ്കരിക്കുക, ഉളൂ മുറിയാതെ സൂക്ഷിക്കുക. എന്തൊക്കെയാണ്? സമയമായാൽ ഉടൻ നിസ്കരിക്കുക, ഉളൂ മുറിയാതെ സൂക്ഷിക്കുക. 6 വ്യക്തമാക്കാം എന്നുള്ളതാണ്. താഴെ പറയുന്നവരുടെ കുടുംബം. താഴെ പറയുന്നവരുടെ കുടുംബം ഏതാനാണ്? ഒന്നാമത്തത് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ഏതാണ്? നബിയുടെ കുടുംബം തന്നെയാണ്. അപ്പോൾ ഏതാണ്? ബനു ഹാഷിം. ബനു ഹാഷിമാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. 2. അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇതാണ് ചോദിക്കുന്നത്. അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏതാണ്? ബനു ഫിഅർ. 3. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമാണ് ചോദിച്ചത്. അപ്പോൾ ഏതാണ്? ബനു ഉമയ്യ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബനു ഉമയ്യ. 4. സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏതാണ്? ബനു അസദ്. ബനു അസദാണ് സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെത്. 5. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ഏതാണ്? ബനു തൈമ്. ബനു തൈമാണ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. എല്ലാ പാഠത്തിൻ്റെയും തെറ്റിരിപാത്തുകളും ചോദ്യോത്തരങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു പോകുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.